കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് പ്രഗ്നൻസി ആഗ്രഹിക്കുന്ന പാർട്ട്നേഴ്സ്, കപ്പിൾസ് ഫിസിക്കൽ കോണ്ടാക്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഓവുലേഷൻ സമയത്ത് എപ്പോൾ മുതൽ കോണ്ടാക്റ്റ് തുടങ്ങണം, എപ്പോൾ കോണ്ടാക്റ്റ് അവസാനിപ്പിക്കണം, എത്ര തവണ കോണ്ടാക്റ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെയൊക്കെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓവുലേഷൻ ഡേറ്റാണ്, ഓവുലേഷൻ ടൈമാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളെ ഏറ്റവും കൂടുതൽ പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധ്യതയുള്ള സമയം. ഓവുലേഷൻ ടൈം എന്നത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഏതെങ്കിലും ഒരു അണ്ഡാശയത്തിൽ നിന്ന് മൂപ്പെത്തിയിട്ടുള്ള അണ്ഡം പുറത്തേക്ക് വരുന്നൊരു സമയമാണ് ഓവുലേഷൻ ടൈം എന്ന് പറയുന്നത്. നമുക്ക് അണ്ഡാശയങ്ങളുണ്ട്, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും. ഇതിൽ നിന്ന് ഏത് അണ്ഡമാണോ മെച്യൂറായിട്ട് പുറത്തേക്ക് വരുന്നത് ആ ഒരണ്ഡം നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഫലോപ്പിയൻ ട്യൂബിനകത്തേക്ക് എത്തിയതിന് ശേഷം നമ്മളിലോട്ട് എത്തുന്ന പുരുഷൻ്റെ സ്പേമിലൂടെ അവിടെ കൺസെപ്ഷൻ ഉണ്ടാവുകയും ഫെർട്ടിലൈസേഷൻ നടക്കുകയും ഇംപ്ലാന്റേഷൻ നടക്കുകയും കുഞ്ഞ് ഗ്രോ ആവുകയും ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. സാധാരണയായിട്ട് ഫിസിക്കൽ കോണ്ടാക്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോഴേക്കും പ്രഗ്നൻസി എക്സ്പെക്റ്റ് ചെയ്യുന്ന പാർട്ട്നേഴ്സ് എപ്പോഴും ഫിസിക്കൽ കോണ്ടാക്റ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ ഒട്ടും ചെയ്യാതെ ഓവുലേഷൻ ടൈമിൽ മാത്രം ചെയ്യേണ്ടതിൻ്റെ ആവശ്യവും ഇല്ല. സാധാരണയായിട്ട് പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് ഫിസിക്കൽ കോണ്ടാക്റ്റ് ചെയ്യുന്ന പാർട്ട്നേഴ്സ് എപ്പോഴും നിങ്ങളുടെ പീരിയഡ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഒരു ദിവസം, നിങ്ങൾക്ക് താല്പര്യമുള്ളൊരു ദിവസം നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ പിന്നെ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫെർട്ടൈൽ ടൈം പീരീഡിലാണ്. ഈ പീരിയഡ്സ് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് തന്നെ നമ്മൾ വരുന്നത് നമ്മുടെ ഫെർട്ടൈൽ ടൈം പീരീഡാണ്, അതായത് നമ്മുടെ ഓവുലേഷൻ ടൈമാണ്. ഈ ഒരു ഫെർട്ടൈൽ ടൈം പീരീഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ നമ്മുടെ ശരീരത്തിൽ നിന്നും അണ്ഡാശയത്തിൽ നിന്നും എഗ്ഗ് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ എഗ്ഗ് നമ്മുടെ ശരീരത്തിൽ ഏകദേശം മാക്സിമം ഒരു 32 മണിക്കൂറേ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ നമ്മളോട് ഡോക്ടേഴ്സ് പറഞ്ഞു തരുന്നത് നിങ്ങൾ ആ ഒരു 32 മണിക്കൂറിനകത്തല്ല കോണ്ടാക്റ്റ് ചെയ്ത് തുടങ്ങേണ്ടത്, മറിച്ച് നിങ്ങൾ എന്നാണോ ഓവുലേഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതിന് ഒരു 4 ദിവസം മുമ്പും 2 ദിവസം ശേഷവും നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്റ്റ് ചെയ്യാനാണ് ഡോക്ടേഴ്സ് പറയുന്നത്. 4 ദിവസം മുമ്പേ ഫിസിക്കൽ കോണ്ടാക്റ്റ് ചെയ്യാൻ പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്ന സെമൻ നമ്മുടെ ശരീരത്തിലെ എൻവയോൺമെൻറ്റ്, നമ്മുടെ ശരീരത്തിലെ കാലാവസ്ഥ നല്ല രീതിക്കാണ് പോകുന്നതെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒരു 5 ദിവസം അല്ലെങ്കിൽ ഒരു 72 മണിക്കൂർ വരെ ഈ സെമൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും. അങ്ങനെ അതുണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ ശരീരത്തിൽ സ്പേം ഉണ്ടെങ്കിൽ ആ എഗ്ഗുമായിട്ട് പെട്ടെന്ന് ഫെർട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. എഗ്ഗ് ആകെ 32 മണിക്കൂറേ നമ്മുടെ ശരീരത്തിലുള്ളൂ എങ്കിലും സ്പേം നമ്മുടെ ശരീരത്തിൽ 72 മണിക്കൂറോളം നിലനിൽക്കും. ക്വാളിറ്റി ഉള്ള സ്പേം ആണെങ്കിൽ നമ്മുടെ ശരീരം അത്തരത്തിലുള്ളൊരു സാഹചര്യം സ്പേമിന് ഒരുക്കി കൊടുക്കുന്നുണ്ടെങ്കിലും ഈ ഒരു 5 ദിവസമൊക്കെ സ്പേം സെൽസ് നമ്മുടെ ശരീരത്തിൽ നിൽക്കും. അപ്പോൾ മാക്സിമം നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, എന്നാണോ നിങ്ങളുടെ ഓവുലേഷൻ ഡേറ്റ് ആ ഓവുലേഷൻ ഡേറ്റിന് 4 ദിവസം മുൻപും 2 ദിവസം ശേഷവും നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്റ്റ് ചെയ്യുക. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 28 ദിവസം ആർത്തവ ചക്രമുള്ള ഒരു സ്ത്രീക്ക് 14-ാമത്തെ ദിവസം ഓവുലേഷൻ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 30 ദിവസം മെൻസ്ട്രൽ സൈക്കിളുള്ള ഒരു സ്ത്രീക്ക് 16-ാമത്തെ ദിവസമാണ് ഓവുലേഷൻ നടക്കുന്നതെങ്കിൽ ആ 16-ാമത്തെ ദിവസത്തിന് 4 ദിവസം മുമ്പും, അതായത് ഒരു 12-ാമത്തെ ദിവസം മുതൽ ഒരു 18-ാമത്തെ ദിവസം വരെ കോണ്ടാക്റ്റ് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ ഓൾറെഡി എത്തുന്ന സ്പേം സെൽസിന് അവിടെ എഗ്ഗിനെ വെയിറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നിടവിട്ട ദിവസങ്ങളിലോ കഴിയുകയാണെങ്കിൽ ഓരോ ദിവസവും കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഒരുപാട് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റുകളിലൊക്കെ കടന്നു പോയിട്ടുള്ളവർ, അല്ലെങ്കിൽ HCG ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് മെഡിസിനൊക്കെ എടുത്തിട്ട് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവർ നമ്മൾ ഒരു ദിവസം പോലും കളയാണ്ട് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. ഒരു ദിവസവും കളയാണ്ട് യൂട്ടിലൈസ് ചെയ്യാമെന്ന് പറയുമ്പോഴേക്കും മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓരോ ദിവസവും കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് പറ്റാത്തവരാണ് നിങ്ങളെങ്കിൽ, ഓരോ ജോലി തിരക്കുകൊണ്ടോ മറ്റുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടോ ഓരോ ദിവസവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിലെങ്കിലും നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക.
ഒരുപാട് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവരും പ്രഗ്നൻ്റ് ആകാനായിട്ട് ഒരുപാട് ട്രൈ ചെയ്യുന്നവരും ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. മൂന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏത് സമയത്താണ് കോണ്ടാക്റ്റ് ചെയ്യേണ്ടത്. ഏത് സമയം എന്ന് ഉദ്ദേശിക്കുന്നത് രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം, രാത്രി, ഇങ്ങനെയുള്ള ആ ഒരു ടൈമിൽ ഏത് സമയത്താണ് നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, സാധാരണയായിട്ട് പുരുഷൻ്റെ ശരീരത്തിലെ ആ ഒരു സ്പേം സെൽസ് ഏറ്റവും കൂടുതൽ എനർജറ്റിക് ആയിട്ടും ഏറ്റവും കൂടുതൽ ക്വാളിറ്റിയിലും കാണപ്പെടുന്നത് മോർണിംഗിലെ ടൈമിലായിരിക്കുള്ളൂ. ആ ഒരു ഏർലി മോർണിംഗ് ടൈമിൽ, രാവിലത്തെ ആ ഒരു സമയത്ത് നമ്മൾ ഉറങ്ങി എഴുന്നേക്കുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത്, ഒരു പുരുഷനാണെങ്കിലും ഒരു സ്ത്രീ ആണെങ്കിലും ഉറങ്ങി എഴുന്നേക്കുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് അവർ ഏറ്റവും കൂടുതൽ എനർജറ്റിക് ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ആ ഒരു സമയത്ത് നടക്കുന്നുണ്ട് നമ്മൾ ഉറങ്ങുന്ന സമയത്ത്. അതുപോലെ തന്നെ ഇപ്പോൾ സ്പേമിൻ്റെ പ്രൊഡക്ഷൻ ആയാലും ഒക്കെ ആ ഒരു സമയത്ത് ഇതെല്ലാം നടക്കുമ്പോഴേക്കും നമ്മൾ കൂടുതൽ എനർജറ്റിക്കായി നല്ല ആരോഗ്യത്തോടു കൂടി നമ്മൾ എഴുന്നേറ്റ് വരും. ഇങ്ങനെ വരുന്ന ആ ഒരു സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേം സെൽസിനും അത്രയധികം തന്നെ ക്വാളിറ്റിയും ഉണ്ടാകും. അപ്പോൾ മാക്സിമം നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നവരാണ്, ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് ഒരുപാടായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്, പ്രഗ്നൻ്റ് ആകാനായിട്ട് ഒരുപാട് നാളായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിവതും മോർണിംഗിൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഓരോ ദിവസവും കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓരോ ദിവസവും കോണ്ടാക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിലെങ്കിലും നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഓവുലേഷൻ ഡേറ്റിന് 4 ദിവസം മുമ്പും 2 ദിവസം ശേഷവും നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓവുലേഷൻ ഡേറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നതിനെ പറ്റിയിട്ടൊരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് ഉപയോഗിക്കേണ്ടതെന്നതിനെ പറ്റിയിട്ടും വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, ഇത്രയും നേരം വരെ ഞാൻ പറഞ്ഞത് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഏതെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു പോകണമെന്നുള്ളതാണ് ആദ്യമായിട്ട് പറഞ്ഞത്. ഇനി ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ പറ്റിയിട്ടും വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ കൊടുത്തേക്കാം, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. അതുപോലെ തന്നെ ഒരുപാട് നാളായിട്ട് ട്രൈ ചെയ്തിട്ടും പ്രഗ്നൻ്റ് ആകാത്തവർ ഏത് പൊസിഷനാണ് ഓപ്റ്റ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടും വീഡിയോ ചാനലിലുണ്ട്, നിങ്ങൾ അതും കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. പണ്ടുള്ള വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.